ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഒരാഴ്ചയ്ക്കുള്ളിൽ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും. പ്രഖ്യാപനവുമായി കേന്ദ്രമന്ത്രി ശന്തനു താക്കൂർ. ഭാവി തലമുറയെ സംരക്ഷിക്കാൻ CAA ആവശ്യമാണെന്നും കേന്ദ്രമന്ത്രി. നന്ദിപ്രമേയ ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. നന്ദിപ്രമേയത്തിൽ ഗവർണർക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ സാധ്യത. ഗവർണറെ തള്ളി സർക്കാർ നേട്ടങ്ങൾ ഊന്നിപ്പറയാനും സാധ്യത ഏറെ. പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പിന് 2 കോടിയിലധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. വിദ്യാർത്ഥികളുടെ പ്രോഗ്രസ് കാർഡ് രക്ഷിതാക്കൾ സ്വന്തം വിസിറ്റിംഗ് കാർഡ് ആക്കരുതെന്നും കുട്ടികൾ മറ്റുള്ളവരോടല്ല തങ്ങളോട് തന്നെയാണ് മത്സരിക്കേണ്ടതെന്നും ചർച്ചയിൽ പ്രധാനമന്ത്രി. സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതി നടത്തിപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷന് വൻ വീഴ്ചയെന്ന മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മേയർ ആര്യ രാജേന്ദ്രനെയും മറ്റ് കോർപ്പറേഷൻ ഭരണാധികാരികളെയും വേദിയിലിരുത്തിയാണ് കടകംപള്ളിയുടെ വിമർശനം. നിതീഷിന്റെ കൂറുമാറ്റത്തിൽ ഇതുവരെ പ്രതികരിക്കാതെ രാഹുൽ ഗാന്ധി. ബീഹാർ പര്യടനത്തിൽ പ്രതികരിച്ചേക്കുമെന്ന സൂചന. ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ബീഹാറിൽ വൻ വിജയമാക്കാൻ കോൺഗ്രസ് ശ്രമം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജനുവരി 31-നകം ഹാജരാകണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ജനുവരി 16-നും 20-നും ഇടയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED സോറന് നോട്ടീസ് നൽകിയിരുന്നു. കേരളീയം ധൂർത്തല്ല. സംസ്ഥാനത്തിന്റെ പുരോഗതി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചെന്ന മുഖ്യമന്ത്രി. നാടിന് മുന്നോട്ടു പോകാനുള്ള ആസൂത്രണത്തിന്റെ ഭാഗമാണ് കേരളീയമെന്നും പിണറായി വിജയൻ. ഹോങ്കോങ്ങിൽ നിന്ന് ഇന്ത്യയിലേക്ക് പാഴ്സൽ വഴി സ്വർണ്ണക്കടത്ത്. പിടികൂടിയത് 16 കിലോ സ്വർണവും 39 കിലോ വെള്ളിയും. ചൂരിമലയിൽ പിടിയിലായ കടുവയെ തൃശൂരിലേക്ക് മാറ്റി. രാത്രിയിലാണ് കടുവയെ തൃശൂരിലേക്ക് മാറ്റിയത്. കടുവയുടെ പല്ലിനും കാലിനും പരുക്കുണ്ടെന്ന് വനംവകുപ്പ്. വിദഗ്ധ ചികിത്സ സുവോളജിക്കൽ പാർക്കിൽ നടക്കും. ഭൂമാഫിയ സംഘത്തിൽ നിന്ന് പണം കൈപ്പറ്റി. തിരുവനന്തപുരം പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലെ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. SHO ഇതിഹാസ് താഹ, ASI വിനോദ് എന്നിവർക്കെതിരെയാണ് നടപടി. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.